നമുക്കൊപ്പം ശ്രീ വാവാ സുരേഷ് തുടരുന്നുണ്ട്. സുരേഷേട്ടാ, നാട്ടുകാർക്ക് നല്ല രീതിയിൽ ഈ വന്യമൃഗങ്ങളോട് വനത്തോട് ഒക്കെയുള്ള ഒരു പ്രതിപത്തി എത്രയാണെന്ന് ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇല്ല മേഡം, ഞാൻ പറയുന്നത് വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമേ കാടിനോടനുബന്ധിച്ച് വലിയ കൃഷി നശിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമുള്ള ആൾക്കാർക്ക് മാത്രമേ വന്യമൃഗങ്ങളോട് എതിരുള്ളൂ. അല്ലാത്ത ആൾക്കാർക്കൊന്നും വന്യമൃഗങ്ങളോട് എതിരില്ല. വലിയ നഷ്ടങ്ങൾ വരുന്ന ചെറിയ ഒരു വാഴയൊക്കെ കുത്തിപ്പോകുന്ന ആൾക്കാർക്കൊന്നും പരാതിയില്ല. കൃഷി ചെയ്യുമ്പോൾ കൃഷിത്തോട്ടത്തിൽ കയറി വന്യമൃഗങ്ങൾ വലിയ രീതിയിൽ അപകടങ്ങൾ പെടുത്തുന്നത് കൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ബിഗ് ടിവിയുടെ ഒരു അഭ്യർത്ഥന വെക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിനൊരു കുഴപ്പമുള്ളത്, നമ്മുടെ എല്ലായിടത്തും ഉള്ളൊരു സിസ്റ്റം, ഈ കർഷകര് കൃത്യമായിട്ട് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. അപ്പോൾ ഒരു ആന ഇറങ്ങി വാഴ നശിപ്പിച്ചു, അല്ലെങ്കിൽ ഒരു തെങ്ങ് നശിപ്പിച്ചു, അത് വേണ്ടുന്ന കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അതിന് കൊടുക്കുന്ന നഷ്ടപരിഹാരത്തിന്റെ തുക കുറവാണ്. ഇപ്പോൾ ഒരു വാഴ നട്ട് മുളച്ച് അത് ഒരു കൊലയായി വരുന്നതുകൊണ്ടുള്ള ഒരു കർഷകന്റെ ബുദ്ധിമുട്ട് കർഷകന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന് അതിന്റെ കഷ്ടപ്പാടിന്റെ 10% പോലും നമുക്ക് നഷ്ടത്തിൽ നിന്ന് കൊടുക്കുന്നില്ല, കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. ഇതൊക്കെ ഒന്ന് പരിപാലിച്ചു വന്നാൽ വന്യമൃഗങ്ങൾ ഇറങ്ങി 2 വാഴയോ ഒന്നും കുത്തിയെന്ന് പറഞ്ഞ് ഒരു പരാതിയും വരാൻ പോകുന്നില്ല. പോട്ടെ, നമുക്ക് നഷ്ടം കിട്ടുമല്ലോ, 2 വാഴയല്ലേ പോയുള്ളൂ, അല്ലെങ്കിൽ 2 കപ്പയല്ലേ പോയുള്ളൂ. ഇപ്പം നമുക്ക് ഇതൊന്നുമല്ല, പ്രളയം വന്ന സമയത്ത് കോടാനുകോടി രൂപയുടെ നഷ്ടമുണ്ടായി. ആരെങ്കിലും പരാതിപ്പെട്ടോ? ഒരു പരാതി ആർക്കും ഇല്ലല്ലോ. ഈ വന്യമൃഗങ്ങൾ ഇറങ്ങി നഷ്ടം ഉണ്ടാക്കുമ്പോൾ അതിന് നഷ്ടപരിഹാരം കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ടും നഷ്ടപരിഹാരം കുറവായതുകൊണ്ട് ഇപ്പം നമുക്കറിയാലോ, നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കേരളത്തിൽ ഒരു പാമ്പ് കടിയേറ്റ് ഒരു സെക്കൻഡ് ഞാൻ ഇടപെടുകയാണ്. നോക്കൂ, പുറത്ത് പാറക്കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ അവിടേക്ക് എത്തിയ ബിഗ് ടിവിയുടെ പ്രതിനിധി എടുത്ത ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അടുത്ത് കാണാം ആ കരടിയെ. കുഞ്ഞു കരടിയാണ്. നോക്കൂ, അതിനകത്ത് ആകെ മറ്റേ ഉണങ്ങിയ ഇലകളൊക്കെ, ആ പ്രദേശത്ത് തന്നെയുള്ള ഉണങ്ങിയ ഇലകളാണ്, അല്ലാതെ തണുപ്പിക്കാനായിട്ട് പ്രത്യേകിച്ച് പച്ചിലകളൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല എന്ന് നമുക്ക് കാണാം. ആ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്ന ഭാഗത്ത് നോക്കൂ, കല്ലൊക്കെ മാന്തി പൊളിക്കുന്നത്. എങ്ങനെ ഈ കൂടിന് പുറത്തേക്ക് ഇറങ്ങും എന്നറിയാതെ വെപ്രാളപ്പെടുന്ന കരടിയാണ് നമ്മൾ കാണുന്നത്. എന്ത് കഷ്ടമാണല്ലേ! അതിന് പുറത്തേക്ക് ഇറങ്ങണം, എങ്ങനെ ഇതിന് പുറത്ത് കിടക്കും? ആ ഒരു പരിഭ്രാന്തിയോടെ, മൂക്കൊക്കെ നല്ല രീതിയിൽ ആ കമ്പിയിലൊക്കെ ഉരസുന്നുണ്ട്. ആ കല്ല് കിടക്കുന്ന ഇടത്ത് കല്ലിളക്കിയാൽ വാതിൽ തുറക്കാൻ പറ്റുമോ? അങ്ങനെ പലതരത്തിൽ അത് പരിശ്രമം തുടരുകയാണ്. നമുക്കൊപ്പം ഷിൻഡോ കൂടി ചേരുകയാണ് ഇടുക്കിയിൽ നിന്ന്. ഷിൻഡോ, നമസ്കാരം, പറയൂ. ഗുഡ് മോർണിംഗ് മാഡം, ഞാൻ ഇടുക്കിയിൽ അടിമാലിയിൽ നിന്ന്. ഷിൻഡോ, അടിമാലിക്കാരനായതുകൊണ്ട് തന്നെ ഈ വന്യജീവികളുടെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ വന്യജീവികൾ ഇറങ്ങുമ്പോൾ നാടിനുണ്ടാകുന്ന ബുദ്ധിമുട്ടും ഒക്കെ ഞാൻ പറയാതെ തന്നെ അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ നോക്കൂ, ആ കരടിക്കുഞ്ഞ് കുടുങ്ങിയിട്ട് മണിക്കൂറുകളായി. ഇന്നലെ രാത്രി എപ്പോഴോ കുടുങ്ങിയതാണ്. അതെ, കേൾക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അത് വനം വകുപ്പ് ഇതിനകത്ത് ഒരു നടപടി ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു കർഷകനാണ്. എനിക്ക് വാഴ, കപ്പ എല്ലാം ഉള്ളതാണ്. എൻ്റെ കൃഷിയിടത്തിൽ ഇതുപോലെ പന്നി ഇതൊക്കെ വരുന്നുണ്ട്. പന്നി, മുള്ളനൊക്കെ ശല്യമുള്ള കുരങ്ങ്. അതുപോലെ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് ഈ വനംവകുപ്പിന്റെ ഓഫീസ്. എൻ്റെ വീടിന്റെ തൊട്ടടുത്തല്ല, ഒരു കിലോമീറ്റർ അടുത്ത് ദൂരം പോലും ഇല്ല എൻ്റെ വീടിന്റെ അവിടെ നിന്ന്. പക്ഷെ ഇവര് ഒന്നിനും ഒരു കാര്യം ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പോ ഷിൻഡോ, അവിടെയൊക്കെ ഇതുപോലെ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വേഗത്തിൽ എത്താറുണ്ട് വനംവകുപ്പ്? ഇതിപ്പോ മണിക്കൂറുകളായി. വനം വകുപ്പ് ഇവിടെ ഒന്നും എത്താറില്ല. ഇവിടെ ഒരു പരിപാടിക്ക് അവർ എത്തുന്നില്ല. തൊട്ടടുത്ത് തന്നെ, ഇവിടെ തൊട്ടടുത്ത് തന്നെ, എന്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ വനം വകുപ്പിന്റെ ഓഫീസ്. കുമ്പാറ വീട്. ഓക്കെ ഷിൻഡോ, അപ്പോൾ എന്തായാലും അഭിപ്രായം പങ്കുവച്ചതിന് നന്ദി. നമ്മൾ ആ കരടിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനെ എത്രയും പെട്ടെന്ന് പുറത്തേക്ക് എത്തിക്കണം എന്നുള്ളതാണ് നമുക്ക് വനംവകുപ്പിനോട് വെക്കാനായിട്ടുള്ള അഭ്യർത്ഥന. അറിയാമല്ലോ, തിരുവനന്തപുരത്ത് തന്നെയാണ് കിണറ്റിൽ വീണ കരടിയെ രക്ഷിക്കാൻ സമയം വൈകി ഒടുവിൽ മയക്കോട് വെച്ചു ആ കരടി ചത്തുപോയി. ഈ കരടിക്കുഞ്ഞിനെ നമുക്ക് ജീവനോടെ അതിൻ്റെ അമ്മയുടെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കണം. അത് വലിയ പരിഭ്രാന്തിയിലാണ് എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇനിയും എത്താറായില്ലേ എന്നുള്ളതാണ് വനംവകുപ്പിനോടുള്ള ചോദ്യം, ഉദ്യോഗസ്ഥരോടുള്ള ചോദ്യം. ഇനി എത്ര നേരം? ഞായറാഴ്ചയായി, നേരം വെളുത്തില്ലേ നിങ്ങൾക്ക് ഇതുവരെ? ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 34 ആയിട്ടുണ്ട്. എത്ര മണിക്കൂറായിട്ട് ആ കരടിക്കുഞ്ഞ് ആ കൂട്ടിൽ കിടക്കുകയാണ് എന്നത് കൂടി നിങ്ങൾ ആലോചിക്കണം. കോഴിക്കോട്ട് നിന്ന് അനൂപ് ചേരുന്നുണ്ട് നമുക്കൊപ്പം. അനൂപ്, നമസ്കാരം, പറയൂ. അനൂപ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലില്ല. നമുക്കിപ്പോൾ വാവാ സുരേഷ് തുടരുന്നുണ്ട്. സുരേഷേട്ടാ, ഇപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ അവിടെ എത്തിയ നമ്മുടെ പ്രതിനിധി അയച്ചതാണ്. പുറത്ത് കല്ലുകളൊക്കെ കിടക്കുന്നുണ്ട്. ആ കൂടിനകം നമുക്കിപ്പോൾ വ്യക്തമായി കാണാം. ഞാൻ കാണുന്നുണ്ട് ഇവിടെ കല്ലൊക്കെ വലിച്ചിട്ട് ഇപ്പോൾ അടുത്ത് വരാൻ പോകുന്നത് ഇവന്റെ നഖമാണ് ഇവനെ സംരക്ഷിക്കുന്നത്. ഇപ്പം മരത്തിൽ കയറാനായിരുന്നാലും ശത്രുക്കൾ വരുമ്പോൾ ഓടി മരത്തിൽ കയറാനൊക്കെ നഖമാണ്. ഇപ്പം ഈ കല്ല് ഈ കമ്പിയിലിട്ട് അടിച്ചടിച്ചടിച്ച് ഈ നഖം ഇളയിപ്പോവും.
നഖം നന്നായിട്ട് അടിച്ചത്. കുഞ്ഞൻ കരടിയാണ്. അപ്പോൾ അടിക്കുമ്പോൾ കല്ലൊക്കെ പിടിക്കുമ്പോൾ നഖം അളവിൽ പോരാ, നഖത്തിന് ഡാമേജ് വരാൻ, അവിടെ പഴുക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമ്മുടെ സൂല് വയനാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്നൊരു കടുവയെ കൊണ്ടുവന്ന സമയത്ത് അന്ന് ജേക്കബ് സാറായിരുന്നു, ജേക്കബ് അലക്സാണ്ടർ സാറായിരുന്നു അന്നത്തെ സൂ അതോറിറ്റിയുടെ ഡോക്ടർ. അപ്പോൾ ഞാൻ ആ കടുവയെ കാണാൻ പോയപ്പോൾ ദൂരെ നിന്ന് കണ്ടു. അപ്പോൾ ഇവൻ ചുമ്മാ കൈയിട്ട് ഇങ്ങനെ ഇതിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ നഖമെല്ലാം പറഞ്ഞു പോയി. നഖം പറഞ്ഞു പോയിട്ട് അവിടെ പഴുത്തിട്ട് അത് മരിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മരിച്ചുപോയി. ഇതും അതാണ്, താമസിക്കുന്നിടത്തോളം അപകടമാണ്. ഇപ്പം നാട്ടുകാർ, എനിക്ക് തോന്നുന്നത് വനം വകുപ്പ് അവിടെയുള്ള എന്താ പറയുക ട്രൈബൽ സെറ്റിൽമെന്റുള്ള ആരെയെങ്കിലും ഏൽപ്പിച്ച് കാണും ഇതിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി, വാച്ച് ചെയ്യാൻ വേണ്ടി. അത് നടന്നു കാണത്തില്ല. അതായിരിക്കും എനിക്ക് അവിടെ ആ ആള് ശ്രദ്ധിച്ച് കാണത്തില്ല. അതായിരിക്കും അവിടുത്തെ വനത്തിനകത്തുള്ള ആരെങ്കിലും ഏൽപ്പിച്ചാണ് ഇത് നോക്കിക്കൊള്ളണം, വീണ് ഞങ്ങളെ അറിയിക്കണം, പെട്ടെന്ന് അറിയിക്കണം എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ ആളിന്റെ അശ്രദ്ധയായിരിക്കാം ഇത് കൂട്ടിൽ വീണത് അറിയാത്തതും. അദ്ദേഹം പിന്നെ ഈ 6 മാസം ആയതുകൊണ്ട് കൂട് വെച്ചിട്ട് 6 മാസമായില്ലേ, ഇത് വീഴുമെന്നുള്ള പ്രതീക്ഷ ഒന്നും കാണില്ല. അതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നത് അവരറിയാതെ പോയത്. മിക്കവാറും ഇപ്പോൾ അറിഞ്ഞു കാണും. മിക്കവാറും ഒരു 10-15 മിനിറ്റ് അവിടെ എത്താൻ സാധ്യത കൂടുതലാണ്. പാലോട് റേഞ്ചിൽ നിന്ന് അവിടെ എത്താനായിട്ട് ഏകദേശം ഒരു 1.5-3 മണിക്കൂർ മതി. ഇപ്പോൾ മിക്കവാറും RRT എന്നൊരു സംവിധാനം, റാപ്പിഡ് റെസ്പോൺസ് ടീം എന്നൊരു സംവിധാനം തിരുവനന്തപുരത്തുണ്ട്. വന സംരക്ഷണത്തിന് വേണ്ടിയുള്ളതാണ്, വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അതവിടെ ഉണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്ക് ചുമതല ഉള്ളതാണ്. അപ്പോൾ മിക്കവാറും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അദ്ദേഹം ലീവ് ആയിരിക്കാം. അതായിരിക്കും അവിടെ എത്താൻ താമസിക്കുന്നത്. എന്തായാലും എൻ്റെ മൊബൈലിലേക്ക് ഏതൊക്കെ ഓഫീസർമാരുടെ കോള് ഇങ്ങനെ തുടർച്ചയായിട്ട് വരുന്നുണ്ട്. അതെനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് അവരോട് വാർത്ത കണ്ടതുകൊണ്ട് ഇപ്പോൾ മന്ത്രിയെ, ഉദ്യോഗസ്ഥരെ ഒക്കെ നമ്മൾ ആവർത്തിച്ച് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 2 മണിക്കൂർ ഇനിയും എടുത്താൽ ആ കരടിയുടെ അവസ്ഥ കൂടുതൽ മോശമാകുമെന്നുള്ളത് ഉറപ്പാണ്. കുറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് മറ്റു വാർത്തകളൊക്കെ ഇല്ലേ എന്ന്. മറ്റു വാർത്തകളൊക്കെ മറ്റു ചാനലുകൾ കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് ആ വാർത്തയാണ് താല്പര്യമെങ്കിൽ ആ കരടി ചത്തിട്ട് നമ്മൾ ചത്തുപോയല്ലോ, അയ്യോ പാവം കഷ്ടമായി പോയല്ലോ എന്ന് പറയാനല്ല ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളുടെ മാധ്യമ പ്രവർത്തനം ആ കരടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ്. രക്ഷാപ്രവർത്തനമാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം. അല്ലാതെ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്താൻ വൈകി, കരടി കൂട്ടിൽ കിടന്ന് ചത്തു എന്നുള്ള ഒരു വാർത്ത വായിക്കാൻ എനിക്കും താല്പര്യമില്ല, ഞങ്ങളുടെ ടീമിനും താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. ആ കരടിക്കുഞ്ഞ് അത് നമ്മൾ അതിന്റെ കാര്യത്തിൽ നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ശ്രദ്ധ വെക്കുന്നതും. അതിന്റെ നഖങ്ങളൊക്കെ ഇപ്പോൾ ഉരസി അതിൽ നിന്നൊക്കെ ചോര പൊടിയുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. ആ കൂടിന്റെ കമ്പിയിലൊക്കെ ചോര കാണാൻ കഴിയുന്നുണ്ട്. വനവകുപ്പ് 6 മാസം മുൻപ് സ്ഥാപിച്ച കൂടാണ്. ആ കൂട്ടിൽ ഇപ്പോൾ തണുപ്പ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പുല്ലോ അങ്ങനെയുള്ള ഇലകളോ ഒന്നും തന്നെ ഇട്ടിട്ടില്ല. ഉണങ്ങിയ ഇലകളൊക്കെയാണ് കരടിയുടെ ദേഹത്ത് പറ്റിപ്പിടിച്ച് നമ്മൾ കാണുന്നത്. വിദുര കല്ലാറിലാണ് ഈ കരടി കുടുങ്ങിയിരിക്കുന്നത്. കോഴിക്കോട്ട് നിന്ന് ബൈജു എന്ന പ്രേക്ഷകൻ നമുക്ക് പോകുന്നുണ്ട്. ശ്രീ ബൈജു, മറ്റു വാർത്തകളൊന്നുമില്ലേ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ വാർത്ത കണ്ടിട്ട് വിളിക്കുകയാണ് ബൈജു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കരടിയെ രക്ഷിക്കുന്നതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടേ? സുജയ മാഡം, തീർച്ചയായിട്ടും ഞാനിപ്പോ ഒരു മണിക്കൂറോളം ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കാണുന്നത് ഇപ്പൊ സമയം 9 മണി കഴിഞ്ഞ് 35 മിനിറ്റായി. നമ്മുടെ സിസ്റ്റത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. മന്ത്രി എന്ന് പറഞ്ഞ മാതിരി നമ്മുടെ സിസ്റ്റത്തിന് തകരാറാണെന്ന് തോന്നുന്നു. ഒരു കരടിക്കുഞ്ഞ് ഇതിനുള്ളിൽ കുടുങ്ങി കിടന്നിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും അതിന്റെ ഈ ചിത്രം കാണുമ്പോൾ, ഇതിന്റെ വീഡിയോ കാണുമ്പോൾ പാറക്കൂട്ടത്തില് ഈ മുഖട്ട് വരയ്ക്കുമ്പോൾ അത് രക്തം കുടിയാൻ വളരെ സാധ്യത കൂടുതലുണ്ട്. നമ്മളെ ഒരു 2 വർഷം മുന്നെയാണെന്ന് തോന്നുന്നു തിരുവനന്തപുരത്ത് കിണറ്റിൽ വീണ ഒരു കരടി ചത്തുപോയത്. കാരണം ഉദ്യോഗസ്ഥരുടെ അലംഭാവം കൊണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇനിയും കുടുങ്ങുന്ന, അതുപോലെ തന്നെ ഈ ആദിവാസി കോളനികളിലും പിന്നെ പല സ്ഥലത്തും കുടുങ്ങുന്ന ഈ മൃഗങ്ങളും അതുപോലെ മനുഷ്യൻ കുടുങ്ങിയാൽ ഇങ്ങനെയാണോ ഈ സിസ്റ്റം നന്നാക്കുന്നത്? അത് വളരെ അടിയന്തരം ചെയ്യേണ്ട കാരണം ഓരോരോ നിമിഷങ്ങളും മിനിറ്റുകളും നമുക്ക് വലുതാണ്. ഈ കരടിക്കുഞ്ഞ് ചത്തുപോയിട്ട് വന്നിട്ട് കുറച്ച് ഈ മാധ്യമത്തിന് മുന്നിൽ വന്ന് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഇതിനെ പിന്നെ ഈ കൂട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഈ തുറന്ന സ്ഥലത്തേക്ക് തുറന്നു വിടാണ്ട് ഈ അധികൃതർ മുന്നോട്ട് പോകണം. ഈ കാരണം വല്ലാത്ത സങ്കടമുണ്ട്. കാരണം ഈ നിങ്ങളായിട്ട് ഒന്ന് കൃത്യം പറയണ്ടേ, ഈ ബിഗ് ടി വി എടുത്ത ഇതില്ലേ, ഇതിനെ ബിഗ് സല്യൂട്ട് തന്നെയാണ്. കാരണം ഒരു മാധ്യമവും, ഞാൻ ഒരുപാട് ചാനൽ മാറി വെച്ച് നോക്കി, ഓരോ ഒറ്റ ചാനലിലും ഇതില്ല. അവര് രാഷ്ട്രീയ ചർച്ചകൾ ചെയ്തുകൊണ്ട് തീർച്ചയായും തുടരണം ശ്രീ ബൈജു. ഇത് തന്നെയാണ് നമ്മുടെ നയവും നിലപാടും. നമുക്കൊപ്പം ജി സ്റ്റീഫൻ MLA ചേരുകയാണ്. നമസ്കാരം സർ. ആ കരടിക്കുഞ്ഞ് ആ കൂട്ടിൽ കുടുങ്ങിയിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. ഇന്നലെ രാത്രി എപ്പോഴോ വീണതാണ്. വനവകുപ്പ് ഉദ്യോഗസ്ഥരെയൊക്കെ നമ്മൾ ബന്ധപ്പെട്ടു. ആരും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വിതുരയിലെ ഞങ്ങളുടെ പ്രതിനിധി അറിയിക്കുന്നത്. അങ്ങൊന്ന് ഇടപെടുമോ? കാരണം അതിന്റെ മുഖത്തൊക്കെ ചോര വന്നു തുടങ്ങിയിരിക്കുകയാണ്. അത് കുറെ നേരമായി അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വന്യമൃഗങ്ങൾ കടക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഉള്ളതിനെ പിടിക്കാൻ വേണ്ടിയാണ് വനം വകുപ്പ് സ്ഥാപിച്ച ഒരു കൂടാണ്. ഈ കൂട്ടിനകത്ത് ഏതെങ്കിലും വന്യജീവികൾ പെട്ടാൽ അതിനെ സമയബന്ധിതമായി വനത്തിനകത്ത് കൊണ്ടുവിടാനാണ് ശ്രമിക്കേണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ ആണ് എനിക്ക് മനസ്സിലാവുന്നത്.
ഇപ്പൊ തന്നെ അവരുമായി ബന്ധപ്പെട്ട് അവർ വന്ന് കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവർ ഉടനെ തന്നെ കൊണ്ടുപോകും. ഒന്നുകൂടെ ഞാൻ ബന്ധപ്പെടാം. ശ്രീ ജി സ്റ്റീഫൻ, ഇന്ന് പുലർച്ചെ ഈ കരടി വീണതാണ്. താങ്കളുടെ മണ്ഡലത്തിൽപ്പെട്ട പ്രദേശമാണിതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ അറിഞ്ഞത് നമ്മൾ വിളിച്ചപ്പോഴാണോ? അതെ, ഞാൻ അറിഞ്ഞത് നിങ്ങൾ വിളിച്ചപ്പോഴാണ്. നമ്മുടെ സിസ്റ്റത്തിന് തകരാറില്ലേ ശ്രീ ജി സ്റ്റീഫൻ? കാരണം വനംവകുപ്പ് അറിയുന്നത്, ഫോറസ്റ്റ് ഓഫീസറെ അറിയിക്കുന്നത് ബിഗ് ടി വിയാണ്, വനം മന്ത്രിയെ അറിയിക്കുന്നത് ബിഗ് ടി വിയാണ്, ഇപ്പോൾ സ്ഥലം എം എൽ എ ആയ താങ്കളെ അറിയിക്കുന്നത് ബിഗ് ടി വിയാണ്. അപ്പോൾ ഒരു ജനവാസ മേഖലയിൽ മൃഗങ്ങൾ ഇറങ്ങുമ്പോൾ അതിനെ പിടിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നത് സർക്കാർ ചെയ്യുന്ന നല്ല കാര്യം. പക്ഷേ ആ പിടികൂടിയ മൃഗത്തെ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം, ആ ഡിസിഷൻ മേക്കിങ്ങിന് എടുക്കുന്ന സമയം പ്രധാനമാണ്. ആ മൃഗം ചത്തതിന് ശേഷം തീരുമാനമെടുത്താൽ മതിയെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. അത് വീണ് കഴിഞ്ഞാൽ ആരെങ്കിലും അത് ഇൻഫോം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ വന്ന് അതിനെ വനത്തിനുള്ളിൽ കൊണ്ടുവിടുകയാണ് സാധാരണഗതിയിൽ ചെയ്യുന്നത്. ഇതിലും അത് നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് എപ്പോൾ നടക്കും? നടക്കാൻ എത്ര സമയമെടുക്കും? ഞങ്ങൾ വിളിച്ചപ്പോൾ പറഞ്ഞത് 2.5 മണിക്കൂർ എടുക്കുമെന്നാണ് വനംവകുപ്പിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇത്രയും സമയമെടുത്താണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. വെയിലാണ്, വെയിൽ ഉദിച്ചു വരികയാണ്. ഞാൻ വിളിക്കുമ്പോൾ 2.5 മണിക്കൂർ ആവുമെന്ന് അവർ പറഞ്ഞില്ല. അവർ തിരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അവരത് മാറ്റിക്കൊള്ളും. മാത്രമല്ല, ഈ സമയബന്ധിതമായി ഈ വിവരം അവർക്ക് ലഭിച്ചിട്ടില്ല. അതാണ്, അതിനൊരു സിസ്റ്റം വേണ്ടേ? കൂട് 6 മാസം മുൻപ് വെച്ചിട്ടങ്ങ് പോയാൽ മതിയോ? ആ കൂടൊന്ന് നോക്കൂ. ആ കൂടിന്റെ ദൃശ്യം താങ്കൾ കാണുന്നില്ലേ? കരടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള സ്ഥലം നോക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ വെയിലുള്ള സമയത്ത് ഇരതേടാൻ പോലും ഇറങ്ങാത്ത ഒരു ജീവിയാണെന്ന് അറിഞ്ഞുകൂടെ ഈ വനംവകുപ്പിന്? അപ്പോൾ ആ കൂട്ടിൽ കമ്പി വെച്ചുള്ള കൂടാണ്. അതിലേക്ക് ഇതാ ചൂടടിച്ച് കയറുകയാണ്. മീനച്ചൂട് ആ മേഖലയിലും നല്ല രീതിയിലുണ്ട്. ഉണങ്ങിക്കിടക്കുന്ന ഇലകളല്ലാതെ അതിനൊന്ന് തണുപ്പിക്കാൻ, വെള്ളം എത്തിക്കാൻ അതിനുള്ള ഒരു സംവിധാനവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത് ചത്തിട്ടാണോ നമ്മൾ പരിഹാരം കാണുന്നതെന്ന്. ഒരിക്കലും അല്ല. ഉടനെ തന്നെ നീക്കം ചെയ്യാമെന്ന്, അതിനെ പിടിച്ചു വനത്തിനുള്ളിൽ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങേ കുറ്റപ്പെടുത്തിയതല്ല, നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള ഒരു അലംഭാവം ചൂണ്ടിക്കാട്ടിയതാണ് കേട്ടോ. എന്നെ കുറ്റപ്പെടുത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളൊരു വസ്തുതയാണ് അവതരിപ്പിച്ചത്. എന്റെ അഭിപ്രായവും ഞാൻ പറഞ്ഞു. അവരെ ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം ഒരു 9:45. ഒരു 10-20 മിനിറ്റ് കൊണ്ടെങ്കിലും അവർ എത്തുമായിരിക്കുമോ അങ്ങയോട് പറഞ്ഞത്? ഉടനെ എത്തിച്ചേരുമെന്നാണ്, തിരിച്ചിട്ടുണ്ട്, ഉടനെ എത്തിച്ചേരുമെന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, വളരെ നന്ദി ശ്രീ ജി സ്റ്റീഫൻ. ഒന്നുകൂടി അങ്ങ് ബന്ധപ്പെടൂ. കാരണം ആ കരടിക്കുഞ്ഞ്, അതിന്റെ ജീവനും നമുക്ക് പ്രധാനപ്പെട്ടതാണല്ലോ. അതെ. സ്ഥലം എം എൽ എ ജി സ്റ്റീഫനാണ് ബിഗ് ടി വിയോട് പ്രതികരിച്ചത്. നമുക്ക് ഒപ്പം ഇപ്പോൾ ബിഗ് ടി വിയുടെ വിതുരയിലെ പ്രതിനിധി ഉണ്ണികൃഷ്ണൻ കൂടിയുണ്ട്. ഉണ്ണികൃഷ്ണനാണ് ഈ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ, വനംവകുപ്പ് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മറ്റേ സിനിമയിൽ ചോദിച്ചതുപോലെ അരമണിക്കൂർ മുമ്പേ പുറപ്പെടണോ എന്ന് എം എൽ എയോട് ചോദിച്ചോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അവിടെ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം എന്താണ്? എപ്പോഴെത്തും? ഇപ്പോൾ നമുക്ക് അവസാനമായിട്ട് അറിയാൻ കഴിഞ്ഞു 10:30 മണിയോട് കൂടി DF സ്ഥലത്ത് എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. DF വന്നതിന് ശേഷമായിരിക്കും ഇനി ഇതിന്റെ മറ്റ് നടപടിയിലേക്ക് പോകുന്നത്. അതായത് ഇന്നലെ രാത്രി പുലർച്ചയോടുകൂടി ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമായിരിക്കാം ഈ കരടി കൂട്ടിലകപ്പെട്ടത്. കാരണം ഇത് 6 മാസം മുമ്പാണ് ഈ കരടി പിടികൂടാനായിട്ട് വനം വകുപ്പ് പാലോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ്, പാലോട് റേഞ്ചിന്റെ കീഴിലുള്ളതാണ് കൂട് സ്ഥാപിക്കുന്നത്. കൂട് സ്ഥാപിച്ചതിന് ശേഷം അവർ ആദ്യം കുറച്ച് നാള് ഇത് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം ചെക്കിംഗ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നിരുന്നാലും കൂട് അവിടെ തന്നെ ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആദിവാസി മേഖല ഉള്ള സ്ഥലമാണ്. അവർക്ക് പ്രശ്നങ്ങളാണ്. ഇവിടെ ഈ കാട്ടാനയും അതുപോലെ തന്നെ കരടി ഇറങ്ങുന്ന സ്ഥലമാണ്. നമ്മൾ പല പ്രാവശ്യങ്ങളിലും വാർത്തകൾ നൽകിയിട്ടുള്ളതുമാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞത്, കഴിഞ്ഞ ദിവസം ആരോ ഒരാൾ ചക്കപ്പഴം കൊണ്ട് വന്ന് അവിടെ കൊണ്ട് വച്ചിരുന്നു. ഈ ചക്കപ്പഴം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കരടി എത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് ഇത് കയറിയത്. കൂട്ടിൽ കയറുകയും കുടുങ്ങുകയും ചെയ്തു. അതിനുശേഷം ഇന്ന് രാവിലെ അവിടുത്തെ പ്രാദേശികവാസികളാണ് നമ്മളെ വിളിച്ച് അറിയിക്കുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെയാണ് പല വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അവരെന്താണ് പറഞ്ഞത്? നമുക്ക് RRT ഉണ്ട്, അതുപോലെ തന്നെ റേഞ്ച് ഓഫീസർ ഉണ്ട്, അങ്ങനെ ചെറുതും വലുതുമായ ഒരുപാട് ആളുകൾ ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അതിൽ നമ്മൾ ആരെയൊക്കെ വിളിച്ചു? അവരൊക്കെ തന്ന മറുപടി എന്താണ്? ഇപ്പോൾ സമയം 9:45. ഇനി ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞാലാണ് DFO എത്തുക. അതിനു മുൻപ് ഉദ്യോഗസ്ഥരാരും വരില്ലേ? അല്ല, ഉദ്യോഗസ്ഥർ ഇപ്പം എന്തായാലും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ കളർ സെക്ഷൻ ഓഫീസർ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ RRTയുടെ ഒരു ടീമോടെ എത്തിയിട്ടുണ്ട്. ഇനി മറ്റുള്ള ടീമുകൾ, കാരണം ഇവരെല്ലാം പല സ്ഥലങ്ങളിലായിട്ടാണ് നിന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് എത്താൻ ഒത്തിരി താമസം വന്നു എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും വന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഈ കരടിയെ ഇവിടെ തൊട്ടടുത്ത് മറ്റേ ബോണക്കാട്, അഗസ്ത്യാർമാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടേക്ക് എന്തായാലും കൊണ്ടുവിടാൻ സാധ്യതയില്ല. കാരണം തിരിച്ച് ഇത് വീണ്ടും ഇവിടേക്ക് തന്നെ വരും. അതുകൊണ്ട് ഇവിടുന്ന് മാറ്റി ചങ്കൊലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നതാണ് ഇവരുടെ ഇപ്പോഴത്തെ
ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ കാണുന്നുണ്ട്. നമ്മൾ ആ ഉണ്ണികൃഷ്ണൻ അയച്ച ഏറ്റവും ഒടുവിലത്തെ ദൃശ്യങ്ങളടക്കം നമ്മൾ പ്രേക്ഷകരെ കാണിക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ആ കടുവ, ക്ഷമിക്കണം, ആ കരടി അതിനുള്ളിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇത് ഏകദേശം എത്ര പ്രായം വരും ഉണ്ണികൃഷ്ണൻ? ഇപ്പോൾ അതിനെ അടുത്ത് കാണും. ഏകദേശം അവരത് ചോദിക്കും. ഇതിന് അടുത്തോട്ട് എന്തായാലും, കാരണം അത്രത്തോളം വയലന്റ് ആണ് ഈ കരടി. അത് മാത്രമല്ല, എത്ര വയസ്സായി എന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 3 വയസ്സിന് അകത്തായി എന്നാണ് പറയാൻ കഴിഞ്ഞത്.